രണ്ട് പ്രസവിച്ച് കുട്ടികൾക്ക് പാല് കൊടുത്തൊക്കെ വരുന്ന സ്ത്രീകൾക്ക്, എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് നെഞ്ചു തൂങ്ങും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആഭാസന്മാരും നിപ്പിള് കാണുമോ ക്ലീവേജ് കാണുമോ എന്നൊക്കെ നോക്കി നടക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ഒരുപാട് പണിയുള്ളതല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ സഹതാപം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടാണ്. നിങ്ങളുടെ അമ്മമാര്, പെങ്ങന്മാര്, ഭാര്യമാര്, കുട്ടികൾ, അവർക്ക് എന്തോ ഒരു സഫർ ചെയ്യുന്നുണ്ടാകും. അവരുടെ ഈ നിപ്പിളോ ക്ലീവേജോ കാണുമ്പോഴേക്കും നിങ്ങളുടെ ടോക്സിസിറ്റി അങ്ങ് പുറത്തോട്ട് വരില്ലേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നൂല്ലേ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞരമ്പന്മാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. രാത്രി നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആങ്ങളമാരും അത്തരത്തിലുള്ള ചില അങ്കിളുമാരും ഈ വീഡിയോ ചെയ്യുന്ന പെൺകുട്ടികളുടെ ചാനലിൽ പോയിട്ട് അതിന് താഴെ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകൾ എഴുതി അയക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. അവരുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം കോതക്ക് പാട്ട് എന്നോണം ആരാണോ വീഡിയോ ചെയ്യുന്നത് ഒന്നൊന്നും നോക്കാതെ വളരെ മോശകരമായ രീതിയിൽ ഫേക്ക് ഐ ഡിയിൽ നിന്നും ഒറിജിനൽ ഐ ഡിയിൽ നിന്നും എല്ലാം കമൻറ്റ് ഇട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ സ്ത്രീകൾ സ്വതവേ പ്രതികരിക്കാത്തത് കൊണ്ടും അത്തരത്തിൽ അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാത്തത് കൊണ്ടും ഇവർക്ക് കുറച്ച് ധൈര്യം കൂടുതലാണ്. അത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികെട്ട കമൻ്റ് എഴുതിയ മനുഷ്യന് നമ്മുടെ ഐഡിയ സ്റ്റാർസിംഗിലെ പഴയ ഒരു വിജയായ മാളവിക അനിൽകുമാർ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്കറിയുമായിരിക്കും. അവർ സംഗീതപരമായും അവരുടെ സംഗീതത്തെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും എല്ലാം വളരെ അഗാധമായി പഠിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അത്തരത്തിൽപ്പെട്ട വീഡിയോക്ക് താഴെ പോയിക്കൊണ്ട് ബ്രാ ഇട്ടിട്ടുണ്ടോ, മറ്റേതുണ്ടോ, അത് കാണുന്നുണ്ടല്ലോ, ഇത് കാണുന്നുണ്ടല്ലോ എല്ലാം പറഞ്ഞുകൊണ്ട് വൃത്തികെട്ട കമൻ്റുള്ള ഒരു മനുഷ്യന് ആ സ്ത്രീ കൊടുത്ത ഒരു മറുപടി, തീർച്ചയായിട്ടും ആ മറുപടി കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഇതിലും വലിയൊരു മറുപടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വപ്നത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ. കിട്ടി ബോധിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. കാരണം വീട്ടിലുള്ള അമ്മയെയും അതുപോലെ തന്നെ പെങ്ങളെയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് നിങ്ങൾക്ക് ആ മറുപടി തീർച്ചയായിട്ടും അതൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് ബാക്കി പറയാം. ഹലോ, ഇതൊരു സ്പെഷ്യൽ റീലാണ്. നിനക്കൊരു ബ്രാ ഇട്ട് നടന്നൂടെ, ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ കമൻസ് ഇട്ട് എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ചോദിച്ചൊരു സാധനം ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. ഇതാണ് സ്ത്രീകൾ ഇടുന്ന ബ്രാ. ഇത് പ്രത്യേകിച്ച് ഒരു പാഡും കൂടി ഉണ്ട് നിപ്പിള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിപ്പിള്, ഇതാണ് ബ്രാ. ഞെട്ടിയില്ലേ? ഇതൊരു പുതിയ ഇൻഫർമേഷൻ അല്ലേ. എനിക്കറിയാം അത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതാണ് ഈ നിപ്പിൾ. നമ്മൾ ഈ ബ്രാ ഇടുന്നത് നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ച് രണ്ട് പ്രസവിച്ച് കുട്ടികൾക്ക് പാല് കൊടുത്തൊക്കെ വരുന്ന സ്ത്രീകൾക്ക്, എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് നെഞ്ചു തൂങ്ങും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആഭാസന്മാരും നിപ്പിള് കാണുമോ ക്ലീവേജ് കാണുമോ എന്നൊക്കെ നോക്കി നടക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ഒരുപാട് പണിയുള്ളതല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ സഹതാപം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടാണ്. നിങ്ങളുടെ അമ്മമാര്, പെങ്ങന്മാര്, ഭാര്യമാര്, കുട്ടികൾ, അവർക്ക് എന്തോ ഒരു സഫർ ചെയ്യുന്നുണ്ടാകും. അവരുടെ ഈ നിപ്പിളോ ക്ലീവേജോ കാണുമ്പോഴേക്കും നിങ്ങളുടെ ടോക്സിസിറ്റി അങ്ങ് പുറത്തോട്ട് വരില്ലേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നൂല്ലേ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ റിപ്പബ്ലിക് ഡേയിൽ നമുക്കൊരു മാതൃകയാവാം. ഈ നിപ്പിൾ കവർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് നിപ്പിൾ കവേഴ്സ്. അതിങ്ങനെ ഒട്ടിച്ച് വെക്കണം. പക്ഷെ ചിലർക്ക് സ്കിന്നിന് അലർജി വരും, ചിലർക്ക് സ്കിന്ന് പൊട്ടും. നിങ്ങൾ ഇല്ല ചൊറിഞ്ഞ് പൊട്ടുന്നില്ല എന്നിട്ട് ഷർട്ട് ഊരിയിട്ട് രണ്ട് നിപ്പിൾ കവേഴ്സ് ഇവിടെ ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരോടും പറയണം, സഹോദരിമാരെ ഞങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വികാരം വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വികാരം വരുന്നുണ്ടല്ലോ. അത് മാറ്റാൻ ഇന്ന് മുതൽ ഞങ്ങൾ നിപ്പിൾ കവേഴ്സ് ഇട്ടതിന് ശേഷം മാത്രമേ ഷർട്ട് ഇടുകയുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുന്നു. അത് മാത്രമല്ല, മുട്ടിന് താഴെ ഇറങ്ങിയ കുർത്തയും അതിന് താഴെ ലൂസായിട്ടുള്ള മുണ്ടും മാത്രമേ ഞങ്ങൾ ഇടുള്ളൂ. കാരണം നിങ്ങളുടെ മറ്റേ കാണുമ്പോൾ ഞങ്ങൾക്കൊരു വികാരം വരുമല്ലോ ഏത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ റിപ്പബ്ലിക് ഡേയിൽ ഒരു മാതൃകയാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ചേട്ടന്മാരെ, എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക നന്ദിയും കൂടെ പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, എനിക്ക് ഇത്ര നല്ലൊരു ബിസിനസ് ഐഡിയ തന്നതിനാണ്. ഞാൻ കഷ്ടപ്പെട്ട് പാട്ടുകളൊക്കെ നൊട്ടേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ട് അതിനൊക്കെ റീച്ച് കിട്ടി. എന്ത് കഷ്ടപ്പെട്ട പണിയാണെന്നറിയോ ഇതൊക്കെ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഇറക്കി ഒരു വീഡിയോ എടുത്താൽ പോരെ. ഞാൻ എന്ത് നൊട്ടേറ്റ് ചെയ്താലും ഇനി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് റീച്ച് കൂട്ടില്ലേ, വൈറലാക്കിയില്ലേ, എനിക്ക് ഫെയിം കിട്ടും, പൈസ കിട്ടും, എന്തൊക്കെ കിട്ടും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ വീഡിയോസ് എടുക്കുമ്പോൾ എന്ത് തന്നെ നൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ നിന്ന് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ റീച്ച് കൂട്ടി വൈറലാക്കുമല്ലോ. എന്തായാലും ചേട്ടന്മാരെ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ വർഷം മാറരുത്. നിപ്പിള് കണ്ടാൽ, പൊക്കിള് കണ്ടാൽ, ക്ലീവേജ് കണ്ടാൽ ആ സ്ത്രീകളെ നമുക്ക് വായി തോന്നിയത് മുഴുവൻ പറയണം. അത് നമ്മുടെ അവകാശമാണ്. ആൻഡ് നിങ്ങളുടെ നിപ്പിളും മറ്റേ സാധനമൊക്കെ അങ്ങ് കട്ടും ചെയ്ത് കളയണം. കാരണം അങ്ങനെ നമുക്ക് മാതൃകയാവാൻ പറ്റുള്ളൂ. പിന്നെ ആരും അത് കാണുമില്ലല്ലോ ഏത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, ശുഭദിനം.
അപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ഇത് തന്നെയാണ് അതിനുള്ള മറുപടി. കാരണം ഇത്രയും സഹികെട്ട് കൊണ്ട് ഒരു വീഡിയോ നല്ല രീതിയിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ സഹോദരി ഒരു വീഡിയോ ചെയ്യുന്നത്. അവരുടെ ഒരു പ്രയത്നം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ വെറുതെ വീഡിയോ ചെയ്യുകയല്ല. കാരണം സംഗീതത്തെക്കുറിച്ചും അതിനെക്കുറിച്ചും എല്ലാം അഗാധമായി പഠിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അത്തരത്തിൽപ്പെട്ട വീഡിയോക്ക് താഴെ വരെ പോയിക്കൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട കമൻറ്റുകൾ അയക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സംഗീതം ആസ്വദിക്കാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ആണ് പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ കുട്ടിയെ ശരീരത്തിലേക്കോ അവരുടെ ഡ്രസ്സിലേക്കോ അഗാധമായി ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ആ സംഗീതത്തിലായിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ എന്തിനാണ് ആ വീഡിയോ കണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരുടെ ജോലി എന്ന് പറയുന്നത് രാത്രി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ആരാണോ വീഡിയോ ചെയ്യുന്നത്, പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച്, അതും ഇത്ര കുറഞ്ഞ പെൺകുട്ടികളാണെങ്കിൽ അത്തരം വീഡിയോക്ക് താഴെ പോവുക, എന്നിട്ട് അവരുടെ ശരീരത്തിനെക്കുറിച്ചും അവരുടെ ഡ്രസ്സിനെക്കുറിച്ചും എല്ലാം മോശകരമായ രീതിയിൽ കമൻറ്റുകൾ അയക്കുക. പ്രധാനമായും കണ്ടുവരുന്നത് നിശ്ചിത വയസ്സിന് മുകളിലുള്ള ഒരു 30-35 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് മുകളിലുള്ള ചില ആംഗിളുമാരുടെ ഭാഗത്തു നിന്നാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ സ്വതവേ വരാറുള്ളത് എന്നാണ് പല സ്ത്രീകളും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും ഇത് വളരെ കടന്നുപോയ ഒരു അഭിപ്രായ പ്രകടനമായി, അതുകൊണ്ട് തന്നെ അതിട്ട ബ്രേഷ്യർ വരെ പുറത്ത് കാണിച്ചുകൊണ്ട് വളരെ അത്രയും ഗതികെട്ടത് കൊണ്ടായിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലൊരു റീപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ തയ്യാറായത്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തെക്കുറിച്ച് സ്വതവേ അല്ലെങ്കിൽ തന്നെ ഒരു പരാതിയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ലൈംഗിക ദാരിദ്ര്യമുണ്ട് എന്ന് പറയപ്പെടുന്നു. ആത്യന്തികമായിട്ട് അവരുടെ രക്തത്തിൽ അലിഞ്ഞു തീർന്ന ഒരു ഞരമ്പ് സൂക്കേട് തന്നെയാണ് ഇത്. കാരണം അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. ഇതിന് മുന്നേ ബസ്സിൽ സവാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അദ്ദേഹത്തിന് ഈ ബസ്സിൽ കയറിയാലാണ് ഇത്തരത്തിലുള്ള ഒരു സൂക്കേട്. അതിനെ സംബന്ധിച്ച് 2-3 വീഡിയോ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള കമൻറ്റോളികൾ. അത്തരത്തിലുള്ള കമൻറ്റോളികളുടെ പരിപാടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട കമൻറ്റുകൾ അയക്കുക എന്ന് തന്നെയാണ്. ഇന്ന് നിങ്ങൾക്ക്, നാളെ മറ്റൊരാൾക്ക് അത്രമാത്രമേ ഇതിലൊരു വ്യത്യാസമുള്ളൂ. തീർച്ചയായിട്ടും ഈ സഹോദരിയുടെ മറുപടി തീർച്ചയായിട്ടും കേരളത്തിലെ മറ്റ് അതുപോലെ വീഡിയോ ചെയ്യുന്ന സഹോദരിമാർക്കും അല്ലാത്തവർക്കുമെല്ലാം പാഠമാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം. ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ പ്രതികരണമാണ് നാളെ മറ്റൊരു സ്ത്രീക്ക് ഇത്തരം ഒരു അനുഭവം ഇല്ലാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കണം. തീർച്ചയായിട്ടും ആ പ്രതികരണത്തിന് നല്ലൊരു കയ്യടി നമ്മൾ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തിൽ, നിങ്ങളുടെ വീഡിയോയിലോ മറ്റോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.